നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തെക്കുറിച്ച് നമുക്കറിയാം. ആ കലാപം സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണിപ്പോൾ കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത്. ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപനം. ബംഗ്ലാദേശിൽ നടന്ന കലാപം സ്വാഭാവികമല്ലെന്നും അത് കരുതിക്കൂട്ടി നടത്തിയതാണെന്നുമുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ആ കലാപം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെ പുറത്തു വരികയാണ്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഇത് വ്യക്തമാക്കിയതായി ഇന്ത്യ ടുഡേയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ എന്താണ് ബംഗ്ലാദേശിൽ ഉണ്ടായത് എന്ന് കൃത്യവും വ്യക്തവുമാകുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക പാർട്ടി ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ബംഗാളി സ്വത്വത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കുകയാണ്. ധാക്കയിലെ പ്രദേശവാസികൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും വീടുകളും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നതിനെ അംഗീകരിക്കുന്നില്ല എന്നും ഇങ്ങനെ ചെയ്തവർ മുസ്ലിങ്ങളല്ലെന്നും ജമാഅത്തെ നേതാക്കൾ വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവർ ഞങ്ങളുടെ മതക്കാരല്ല, അവർ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നും ജമാഅത്തെ നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതെല്ലാം നല്ലതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി കലാപത്തിൻ്റെ പിന്നാലെ കൂട്ടക്കൊലകളാണ് ബംഗ്ലാദേശിലുണ്ടായത്. ഒരു പ്രത്യേക മതവിഭാഗത്തെ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹൈന്ദവ വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് തെരുവിൽ കൊല്ലുന്ന, വെട്ടിക്കൊലപ്പെടുത്തുന്ന, സ്ത്രീകളെയും കുട്ടികളെയും നശിപ്പിക്കുന്ന, സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുന്ന ഏറ്റവും പൈശാചികമായ കാഴ്ചകളാണ് നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് കണ്ടത്. അതൊന്നും ഞങ്ങളുടെ പാർട്ടിക്കാർ ചെയ്തതല്ലെന്നും അതൊന്നും ഇസ്ലാമിക തത്വങ്ങളുടെ ഭാഗമല്ലെന്നും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഇന്ന് പറയുകയാണ്. ഹിന്ദുക്കളെയും ക്ഷേത്രങ്ങളെയും ആക്രമിച്ചവർ നമ്മുടെ ആളുകളല്ല. ജമാഅത്ത് ഇസ്ലാമിക ഭരണം ആണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ബംഗാളി സംസാരിക്കുന്ന ബംഗ്ലാദേശിൻ്റെ സ്വത്വം മാറില്ല എന്നും ധാക്കയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, അത് മുൻനിരയിൽ തന്നെ നിലനിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബംഗ്ലാദേശ് മുസ്ലിങ്ങൾക്കുള്ള രാജ്യമാണ്. ഇസ്ലാമിക രീതിയിൽ പോകണമെന്ന് ബംഗ്ലാദേശിലെ മഹാഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നു. അത് നടപ്പാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. എന്നാൽ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരങ്ങളാണ്, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമെന്നും ധാക്കയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവാദമായ തൊഴിൽ കോട്ട സമ്പ്രദായത്തിൻ്റെ പേരിൽ ആരംഭിച്ച വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ ഷെയ്ഖ് ഹസീന കൈകാര്യം ചെയ്ത രീതിയിൽ നിരാശയുണ്ടെന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വാദം. ഷെയ്ഖ് ഹസീന ചെയ്തത് തെറ്റായ കാര്യമാണ്. അവർ വിദ്യാർത്ഥികളുമായി കൂടുതൽ ഇടപഴകേണ്ടതായിരുന്നു. അവരും ഈ നാട്ടിൽ നിന്നുള്ളയാളാണ്. അടിച്ചമർത്തലല്ല, സംഭാഷണമാണ് വേണ്ടിയിരുന്നത്. ജമാഅത്തയുടെ അഭിപ്രായം സൂചിപ്പിക്കുന്നത് ലോകത്ത് ഒരു രാജ്യത്ത് കൂടി ജനാധിപത്യം അസ്തമിക്കുന്നു എന്നും ഇസ്ലാമിക സ്വച്ഛാധിപത്യത്തിലേക്കും മതഭരണത്തിലേക്കും ബംഗ്ലാദേശ് മാറുന്നു എന്നും കൂടിയാണ്. ബംഗ്ലാദേശിൽ ഇനി ജനാധിപത്യം ഉദിക്കുന്ന പ്രഭാതങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനിടയിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ച് അയൽ രാജ്യമായ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. അക്രമത്തിനിടെ ഹിന്ദുക്കളുടെ വീടുകളും സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും തീയിടുകയും ചെയ്തു. പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിഭജനത്തിൻ്റെ കാലത്ത് 3 കോടിയോളം ഹൈന്ദവർക്കാണ് ദുരിതം അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഹൈന്ദവർക്ക് ബംഗ്ലാദേശിൻ്റെ തെരുവീതികളിൽ പൈശാചികമായ അക്രമങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ഒരു അഫ്ഗാനിസ്ഥാനെ പോലെ, ഇറാനെ പോലെ ഒരു മതരാജ്യമായി ബംഗ്ലാദേശിനെ മാറ്റാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നടപടികളാണ്, ഗൂഢാലോചനയാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്. അവർ തന്നെ പരസ്യമായി പറയുകയാണ്, ബംഗ്ലാദേശിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ഞങ്ങളുടെ ശ്രമമാണ്. ജനാധിപത്യ ഭരണം ആ നാട്ടിൽ ഇനി വേണ്ട, അവിടെ ഇനി ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണം മതി. അങ്ങനെയുള്ള ഭരണം ഞങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ്.
ഷെയ്ഖ് ഹസീനയെ ഞങ്ങൾ പുറത്താക്കിയത് അതിൻ്റെ ഭാഗമാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു, ഇവിടെയുള്ള ഹിന്ദുക്കളെ നശിപ്പിച്ചതും കൊന്നതും അവരെ കൊള്ളയടിച്ചതും അവരെ തീയിട്ട് കൊന്നതുമൊക്കെ ഞങ്ങളല്ല, ഞങ്ങളുടെ ഇസ്ലാമിക സമ്പ്രദായം അത് ഒന്നും അനുവദിക്കുന്നില്ല, അത് മറ്റാരൊക്കെയോ ആണ്. ഞങ്ങൾ ഹിന്ദുക്കളെ സഹോദരങ്ങളായി കാണുന്നു എന്ന നാട്യം കൂടി കാണിക്കുകയാണ് ഒരു നാട്ടിലെ ജനത. എന്തായാലും ലോകത്ത് ഒരു രാജ്യം കൂടി ജനാധിപത്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് എന്ന സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് മതഭരണം ഒരു രാജ്യത്തെ കൂടി നശിപ്പിക്കുകയാണ്, കാർന്നു തിന്നുകയാണ്. ഇനി മതഭരണത്തിൻ്റെ ഭീകരതയായിരിക്കും ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ നയിക്കുക എന്ന ഗതികേടിലേക്കാണ് ആ രാജ്യം ചെന്നെത്തിയിരിക്കുന്നത്.